ഹലോ മക്കളെ, നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 3-ാം ക്ലാസ്സിൻ്റെ പരിസ്ഥിതി പഠനത്തിലെ ഒന്നാമത്തെ പാഠമാണ് കേട്ടോ. പാഠത്തിൻ്റെ പേരെന്താണ്? ഹരിതഭൂമി. അപ്പോൾ ഈ ഒരു പാഠത്തിൽ ഭൂമിയെക്കുറിച്ചും ചെടികളെക്കുറിച്ചും മരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ഒരു പാട്ട് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതൊന്ന് ഈണത്തിൽ ചൊല്ലി നോക്കിയാലോ? പാട്ടിൻ്റെ പേരെന്താണ്? തൊട്ടുവാ പൈങ്കിളിയേ. അപ്പം നമുക്കൊന്ന് ചൊല്ലാം. തെയ്യക്കം 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 താരാ മാമരം തൊട്ടുവാ പൈങ്കിളിയേ. തെയ്യക്കം 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 താരാ മാമരം തൊട്ടുവാ പൈങ്കിളിയേ. കിളി തൊട്ട മരമേത് മരമതിൻ പേരെന്ത് വലുതെന്നോ ചെറുതെന്നോ പറയാമോ? കിളി തൊട്ട മരമേത് മരമതിൻ പേരെന്ത് വലുതെന്നോ ചെറുതെന്നോ പറയാമോ? തെയ്യക്കം 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 താരാ പൂവൊന്നു തൊട്ടുവാ പൈങ്കിളിയേ. തെയ്യക്കം 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 താരാ പൂവൊന്നു തൊട്ടുവാ പൈങ്കിളിയേ. കിളി തൊട്ട പൂവേത് പൂവിൻ്റെ പേരെന്ത് പൂവതിൻ നിറമെന്ത് പറയാമോ? കിളി തൊട്ട പൂവേത് പൂവിൻ്റെ പേരെന്ത് പൂവതിൻ നിറമെന്ത് പറയാമോ? തെയ്യക്കം 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 താരാ ഇലയൊന്നു തൊട്ടുവാ പൈങ്കിളിയേ. തെയ്യക്കം 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 താരാ ഇലയൊന്നു തൊട്ടുവാ പൈങ്കിളിയേ. കിളി തൊട്ട ഇലയേത് ഇലയതിൻ പേരെന്ത് ഇല തന്നാകൃതി പറയാമോ? കിളി തൊട്ട ഇലയേത് ഇലയതിൻ പേരെന്ത് ഇല തന്നാകൃതി പറയാമോ? അപ്പോൾ അതാ ഈ ഒരു പാട്ടിൽ എന്താ പറയുന്നത്? കുട്ടികളെല്ലാവരും കളിക്കുകയാണ്. എന്ത് കളിയാണ് കളിക്കുന്നത്? ഒരാൾ കിളിയാവുകയാണ് അല്ലേ. കിളിയായിട്ട് മറ്റുള്ളവർ ആ കിളിയോട് പറയാണ്, തെയ്യക്കം 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 താരാ മാമരം തൊട്ടുവാ പൈങ്കിളിയേ. മാമരം തൊടാൻ പറയുന്ന സമയത്ത് മരം തൊട്ടിട്ട് ആ കിളി തൊട്ട മരം ഏതാണ്, മരത്തിൻ്റെ പേരെന്താണ്, വലുതാണോ ചെറുതാണോ എന്നൊക്കെ പറയണം. പിന്നെ ആ കിളിയോട് പറയുന്നത് എന്താണ്? പൂവ് തൊട്ട് വരാനാണ്. എന്നിട്ട് എന്ത് പറയണം? ഏത് പൂവാണ് കിളി തൊട്ടത്, അതിൻ്റെ പേരെന്താണ്, പിന്നെ അതിൻ്റെ നിറം എന്താണ്, അതൊക്കെ പറയണം. പിന്നെയോ ഇല തൊട്ട് വരാനാണ് പറയുന്നത്. ഇല തൊട്ടിട്ട് ഏതിലയാണ്, ഇലയുടെ പേരെന്ത്, ഇലയുടെ ആകൃതി എന്ത്, അങ്ങനെ പറയണം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കളിയാണ് കേട്ടോ. അപ്പോൾ മക്കളും ഇതുപോലെ കളിച്ച് നോക്കുക. ഇതുപോലെ പാട്ടുപാടി കളിച്ചപ്പോൾ ഏതെല്ലാം സസ്യങ്ങളെ തൊടാൻ അവസരം ലഭിച്ചു? ഇതുപോലെ ഏതെല്ലാം സസ്യങ്ങൾ നിങ്ങൾക്കറിയാം? അപ്പം നിങ്ങളുടെ പരിസര പഠന പുസ്തകത്തിൽ എഴുതണം. ഇനി ഏതെല്ലാം ഭാഗങ്ങൾ? സൈറ ചെടിയുടെ ചിത്രം വരയ്ക്കുകയാണ്. ചിത്രത്തിൽ ഇനിയും ഏതെല്ലാം ഭാഗങ്ങൾ വരച്ചു ചേർക്കാനുണ്ട്? ചിത്രം പൂർത്തിയാക്കി ഭാഗങ്ങൾ ഏതെന്ന് എഴുതി ചേർക്കൂ. അപ്പോൾ ഏതാണ് മുകളിൽ? ഇല. പിന്നെ മറ്റേതേതാണ്? താഴെ പൂവാണ്. പിന്നെ കായ്കൾ എന്താണ്? ഫലം. പിന്നെയുള്ളത് തണ്ട്, താഴെ വേര്. ഇത്രയും ഭാഗങ്ങളാണല്ലേ ഒരു ചെടിക്കുള്ളത്. സസ്യഭാഗങ്ങളുടെ മറ്റ് പേരുകളൊന്ന് പരിചയപ്പെടാം. തണ്ടിന് നമ്മൾ എന്ത് പറയും? കാണ്ഡം എന്ന് പറയും. ഇലയ്ക്ക് പത്രം എന്ന് പറയും. വേരിന് മൂലമെന്നും പറയും. അപ്പോൾ എന്താണ്? തണ്ടിന് കാണ്ഡം, ഇലയ്ക്ക് പത്രം, വേരിന് മൂലം. ഇങ്ങനെ പേരുകളിൽ അറിയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് തരം തിരിക്കാം. നിങ്ങൾക്കറിയാവുന്ന എല്ലാ സസ്യങ്ങളും ഒരുപോലെയാണോ? എന്തെല്ലാമാണ് വ്യത്യാസങ്ങൾ? വലിപ്പത്തിലുള്ള വ്യത്യാസം, അതുപോലെ തണ്ടുകൾക്കുള്ള വ്യത്യാസം, ഇലകൾക്കുള്ള വ്യത്യാസം, പിന്നെ ഫലങ്ങൾക്കുള്ള വ്യത്യാസം, അതുപോലെ നിലനിൽക്കുന്ന കാലം, പൂക്കൾക്കുള്ള വ്യത്യാസം, അങ്ങനെ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് അല്ലേ നമ്മുടെ അറിയാവുന്ന ചെടികൾ തമ്മിൽ. പിന്നെ ഇവിടെ ഒരുപാട് ചെടികളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. തെങ്ങുണ്ട്, റോസ്, അതുപോലെ തന്നെ മാവ്, പിന്നെ താമര, ആൽമരം, ചീര, ചെമ്പരത്തി, ഇവയുടെയൊക്കെ തണ്ടുകളുടെ സവിശേഷതകൾ എന്തെല്ലാമാണ്? അപ്പോൾ തണ്ടുകളുടെ സവിശേഷത എന്താണ്? ചില സസ്യങ്ങളുടെ തണ്ടുകൾ കാഠിന്യമേറിയതാണല്ലോ, നല്ല ഉറപ്പുള്ളതാണ്. മറ്റേതാണെങ്കിലോ സോഫ്റ്റ് ആയിട്ടുള്ള, കാഠിന്യമില്ലാത്ത, പെട്ടെന്ന് ഒടിഞ്ഞു പോകുന്ന സൈസ് ഉണ്ടാവില്ലേ, കട്ടിയില്ലാത്ത തണ്ടുകളായിരിക്കും കേട്ടോ. പിന്നെ വലുപ്പത്തിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ട്? വലുപ്പത്തിൽ ചിലത് ചെറുതാണ്, ചിലത് വലിയ മരങ്ങളാണ്, ചെറിയ ചെറിയ ചെടികളാണ് അല്ലേ. പിന്നെ ഇവ എത്ര കാലം നിലനിൽക്കുന്നു? ചില സസ്യങ്ങൾ ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കുന്നവയുണ്ട്. ചിലത് 4-5 വർഷം, ചിലത് കുറച്ച് മാസങ്ങൾ മാത്രം നിലനിൽക്കുന്ന സസ്യങ്ങളും ഉണ്ട്.
നിങ്ങളുടെ നിരീക്ഷണങ്ങൾ പട്ടികയിൽ ടിക്ക് ചെയ്യൂ. സ്കൂൾ ജൈവവൈവിധ്യ ഉദ്യാനത്തിലുള്ള സസ്യങ്ങൾ നിരീക്ഷിച്ച് പട്ടിക പൂർത്തിയാക്കണം. അപ്പോൾ ഇവിടെ ഒരു പട്ടിക തന്നിട്ടുണ്ട്. അതിൽ സസ്യം, തണ്ട്, അതിൻ്റെ വലുപ്പം, നിലനിൽക്കുന്ന കാലം, ഇത്രയുമാണ് എഴുതേണ്ടത്. അപ്പം ചീരയുടേത് ആദ്യം എന്താണ്? തണ്ട് മൃദുവാണ്, വലുപ്പം ചെറുത്, നിലനിൽക്കുന്ന കാലം മാസങ്ങളാണ്. പിന്നെ ചെമ്പരത്തി എന്താണ്? കുറഞ്ഞ കാഠിന്യമുള്ളത് അല്ലേ, കാഠിന്യം കുറഞ്ഞത്. പിന്നെ വലിപ്പം ഒരു മീഡിയം സൈസ് അല്ലേ, ഇടത്തരം വലിപ്പമാണ്. പിന്നെയോ നിലനിൽക്കുന്ന കാലം വർഷങ്ങളാണ്. ഇനി മാവാണെങ്കിലോ കാഠിന്യം കൂടുതലുള്ളതാണ്, വലുപ്പവും കൂടുതൽ അല്ലേ, വലുതാണ്. അതുപോലെ തന്നെ അനേകം വർഷങ്ങൾ നിലനിൽക്കുന്നതാണ്. ഇതുപോലെ നിങ്ങളുടെ ചുറ്റുപാടുള്ള ചെടികളുടെയൊക്കെ നിങ്ങൾ കണ്ടെത്തി ടിക്ക് ചെയ്യാട്ടോ. ഇവിടെ ഞാൻ ടിക്കിന് പകരം കുത്താണ് ഇട്ടിട്ടുള്ളത്, മക്കൾ ടിക്ക് ചെയ്യണേ. അപ്പോൾ റോസ് ഏതാണ്? കാഠിന്യം കുറഞ്ഞതാണ്. അതുപോലെ തന്നെ വലിപ്പം ഇടത്തരമാണ്. അതുപോലെ കുറഞ്ഞ വർഷങ്ങളാണ് നിലനിൽക്കുന്നത്. പിന്നെ തേക്കാണെങ്കിൽ വലിപ്പം കൂടിയത്, അതുപോലെ തന്നെ കാഠിന്യം കൂടിയത്, നിലനിൽക്കുന്ന കാലവും വർഷങ്ങളോളാണ് അല്ലേ. ഇനി പ്ലാവാണെങ്കിലും തേക്ക് പോലെ തന്നെ വലിപ്പവും കൂടുതലാണ്, കാഠിന്യവും കൂടുതലാണ്, അതുപോലെ നിലനിൽക്കുന്ന കാലങ്ങളും കൂടുതലാണ്. വാഴയാണെങ്കിലോ പിന്നെ മൃദുവായിട്ടുള്ളതാണ്, അതുപോലെ തന്നെ ചെറുതാണ്, പിന്നെ കുറച്ച് മാസങ്ങൾ മാത്രം നിലനിൽക്കുന്നതാണ്. ഇനി പട്ടികയിൽ നിന്ന് എന്തെല്ലാം മനസ്സിലായി? സവിശേഷതകൾക്കനുസരിച്ച് സസ്യങ്ങളെ തരംതിരിക്കുന്നതിനെ പറ്റി ചീരയും മാവും ചെമ്പരത്തിയും പറയുന്നത് എന്താണെന്ന് നോക്കിയാലോ. പട്ടികയിൽ നിന്ന് നമുക്കൊക്കെ എന്തൊക്കെയാണ് മനസ്സിലായത്? ചില ചെടികൾക്ക് തണ്ടിന് കാഠിന്യം കൂടുതലായിരിക്കും, അതുപോലെ തന്നെ വലിപ്പത്തിൽ വ്യത്യാസം ഉണ്ടാവും, അതുപോലെ തന്നെ അവ നിലനിൽക്കുന്ന കാലം അല്ലേ, അതെത്ര കാലം ഉണ്ടാവും എന്നുള്ളതിന് വ്യത്യാസം ഉണ്ടാവും. അത്രയും കാര്യങ്ങളാണല്ലേ നമുക്ക് പട്ടികയിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇനി ഇവരെന്താണ് പറയുന്നത് നമുക്ക് നോക്കാം. ചീര പറയുന്നത് എന്താണ്? എന്നെയും എൻ്റെ കൂട്ടുകാരെയും ഔഷധികൾ എന്നാണ് വിളിക്കുക. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. തണ്ട് മൃദുവാണ്, അതുപോലെ തന്നെ ചെറിയ സസ്യമാണ്, ആഴത്തിൽ വേരോട്ടമില്ല. അടുത്തത് വളരെ ഉയരത്തിൽ വളരുന്ന ഞങ്ങളെ അറിയില്ലേ? ഞങ്ങളാണ് മരങ്ങൾ. ഞങ്ങളുടെ പ്രത്യേകതകൾ കൂടി എഴുതൂ. അപ്പോൾ മരങ്ങളുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വളരെ കാഠിന്യമുള്ള തണ്ടാണ്, വലിയ മരങ്ങളാണ്, ഒരുപാട് വർഷങ്ങൾ നിലനിൽക്കും. ഇനി ചെമ്പരത്തി എന്താ പറയുന്നത്? തണ്ടുകൾക്ക് കടുപ്പമുണ്ടെങ്കിലും ഞങ്ങളും ചെറിയ ചെടികളാണ്, ഞങ്ങളെ കുറ്റിച്ചെടികൾ എന്നാണ് വിളിക്കുന്നത്. ഞങ്ങളുടെ പ്രത്യേകതകൾ എഴുതൂ. കട്ടിയുള്ള തണ്ട് തന്നിട്ടുണ്ട്, ഇടത്തരം വലുപ്പമാണ്, ഏതാനും വർഷങ്ങൾ നിലനിൽക്കുന്നു. ഇനി ചീര, ചെമ്പരത്തി, മാവ് എന്നിവയുടെ കൂട്ടത്തിൽപ്പെട്ടവർ ആരെല്ലാമായിരിക്കും? പട്ടിക പൂർത്തിയാക്കൂ അല്ലേ. ഔഷധികളിലാണ് ചീര വരുന്നത്, കുറ്റിച്ചെടികളിൽ ചെമ്പരത്തി, മരങ്ങളിൽ മാവ്. അപ്പോൾ ഇതിന് ബന്ധപ്പെടുത്തിയിട്ടുള്ളത് ഇവരുടെ കൂട്ടത്തിൽ പെടുന്നവരെ പട്ടികയിൽ എഴുതാട്ടോ. ചീരയുടെ കൂട്ടത്തിൽ തുമ്പ, തുളസി, തഴുതാമ, കുറുന്തോട്ടി, വാഴ തുടങ്ങിയവ എഴുതാം. കുറ്റിച്ചെടികളുടെ കൂട്ടത്തിലോ ചെമ്പരത്തിയുടെ കൂട്ടത്തിൽ റോസ്, ജമന്തി, മല്ലിക തുടങ്ങിയവ എഴുതാം. ഇനി മരങ്ങളാണെങ്കിൽ പ്ലാവ്, തേക്ക്, ഈട്ടി, തെങ്ങ് തുടങ്ങിയവയൊക്കെ എഴുതാട്ടോ. ഇതുപോലെ ഒരുപാട് മക്കൾ കൂട്ടിച്ചേർക്കണേ. അടുത്തത് ചേർത്ത് വരയ്ക്കാനാണ്. ഇവിടെ കുറച്ച് സസ്യങ്ങളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറ്റിച്ചെടികളാണോ ഔഷധികളാണോ മരങ്ങളാണോ എന്ന് ചേർത്ത് വരയ്ക്കണം. ആദ്യം തെങ്ങ് മരങ്ങളാണ്, അതുപോലെ തന്നെ നെല്ല് കുറ്റിച്ചെടികളിൽ ഉൾപ്പെടുത്താം. പിന്നെ ആൽമരം മരങ്ങളാണ്, ചെമ്പരത്തി ഏതാണ്? കുറ്റിച്ചെടിയാണ്. അതുപോലെ തന്നെ മുക്കുറ്റി ഔഷധിയാണ്, ചീര ഔഷധിയാണ്, അതുപോലെ റോസ് കുറ്റിച്ചെടികളാണ്. ഇനി 3 വിധത്തിലുള്ള ചെടികൾ നമ്മൾ പഠിച്ചു അല്ലേ. കുറ്റിച്ചെടികൾ, മരങ്ങൾ, അതുപോലെ തന്നെ ഔഷധികൾ. ഇനി വള്ളിച്ചെടികളെ കുറിച്ചാണ് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു വള്ളിച്ചെടിയുണ്ട്. എന്താണ് പറയുന്നത്? കൂട്ടുകാരെ, ഞങ്ങൾ വള്ളിച്ചെടികൾ, ഞങ്ങളും ഇവിടെയുണ്ട് എന്നല്ലേ. അപ്പോൾ വള്ളിച്ചെടികളും ഇവിടെ ഉണ്ട്. എന്തെല്ലാമാണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? എഴുതി നോക്കൂ. വള്ളികളായി പടരുന്നു, നിവർന്നു നിൽക്കാൻ കഴിയില്ല അല്ലേ. മറ്റേ സാധാ ചെടികളെ പോലെ ഇവർക്ക് നിവർന്നു നിൽക്കാൻ കഴിയില്ല. പിന്നെയോ ഇവയ്ക്ക് വളരാനൊരു താങ്ങ് ആവശ്യമാണ്. ഇനി പരിസരം നിരീക്ഷിച്ച് വള്ളിച്ചെടികൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി എഴുതൂ. മുല്ല, മത്തൻ, കുമ്പളം, പടവലം, പാവൽ, കോവയ്ക്ക, പയറ് തുടങ്ങിയവ. ഇനി വള്ളിച്ചെടികൾ തന്നെ 2 തരത്തിലുണ്ട്.
ഒന്ന് നിലത്ത് പടർന്ന് വളരുന്നവ, രണ്ടാമത്തേതോ താങ്ങിൽ പറ്റിപ്പിടിച്ചോ പടർന്നോ മുകളിലേക്ക് വളരുന്നവ. അങ്ങനെ 2 തരത്തിലുള്ള വള്ളിച്ചെടികളുണ്ട്. പിന്നെയോ സസ്യങ്ങൾ ജലത്തിൽ വളരുന്ന സസ്യങ്ങളാണ് ജലസസ്യങ്ങൾ. എന്താണ് ഈ സസ്യങ്ങളുടെ പ്രത്യേകതകൾ? ഇവയ്ക്ക് വളരാൻ ജലം ആവശ്യമാണ്. തണ്ട്, വേര് എന്നീ ഭാഗങ്ങൾ വെള്ളത്തിനടിയിലായിരിക്കും. ഇവയുടെ തണ്ട് പൊതുവെ മൃദുവായിരിക്കും. ഇനി കൂടുതൽ ജലസസ്യങ്ങൾ കണ്ടെത്തി എഴുതൂ. താമര, ആമ്പൽ, പായൽ, കുളവാഴ, ആഫ്രിക്കൻ ലില്ലി തുടങ്ങിയവ ജലസസ്യങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് വിത്തിനുള്ളിലെ ജീവൻ. ഹായ് വെളിച്ചം, ഞാൻ മണ്ണിന് മുകളിലെത്തി. ആരാ പറയുന്നത്? വിത്താണ് അല്ലേ? വിത്ത് മുളച്ച് വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമുക്കും വിത്ത് മുളപ്പിക്കാം. അപ്പം നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം കേട്ടോ. വീട്ടിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത്? സുതാര്യമായ ഒരു ഗ്ലാസ്സിൽ മണൽ നിറയ്ക്കുക. സുതാര്യമായെന്ന് പറഞ്ഞാൽ നമുക്ക് പുറമേ നിന്ന് നോക്കിയാൽ കാണുന്ന തരത്തിലുള്ള ഗ്ലാസ്സിൽ മണൽ നിറയ്ക്കുക. എന്നിട്ട് 3-4 പയർ വിത്തുകൾ മണലിൽ അല്പം താഴ്ത്തി ഗ്ലാസ്സിനോട് ചേർന്ന ഭാഗത്ത് വയ്ക്കാം. എന്നിട്ട് മണൽ മെല്ലെ നനച്ച് കൊടുക്കുക. എന്നിട്ട് എത്ര ദിവസം കൊണ്ടാണ് വിത്ത് മുളയ്ക്കുന്നത് എന്നൊക്കെ നിങ്ങൾ നിരീക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെല്ലാം മാറ്റങ്ങളാണ് കാണാൻ കഴിയുന്നത്? വിത്തിൽ നിന്ന് വേര് പുറത്ത് വരുന്നതും പിന്നെ അത് ഈ തണ്ട് വന്ന് ഇലകൾ മുളച്ചില്ലേ അങ്ങനെ ചെടിയായി വളരുന്നതുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. വിത്തിൽ നിന്ന് ആദ്യം മുളച്ച് വരുന്നത് ഏത് ഭാഗമായിരിക്കും? വേരായിരിക്കും കേട്ടോ. ആദ്യത്തെ ഇല വരാൻ എത്ര ദിവസം എടുക്കും? അപ്പോൾ മക്കൾ നോക്കുക, ഇതുപോലെ വിത്ത് നട്ടിട്ട് നിരീക്ഷിക്കുക എത്ര ദിവസം കൊണ്ടാണ് ഇല മുളച്ച് വരുന്നത് എന്ന്. നിരീക്ഷിച്ച കണ്ടെത്തലുകൾ കൂട്ടുകാരുമായി ചർച്ച ചെയ്ത് പരിസര പഠന പുസ്തകത്തിൽ എഴുതുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ചിത്രവും വരച്ച് ചേർക്കണം കേട്ടോ. ഓരോ ദിവസത്തെയും ചിത്രം വരച്ച് ചേർക്കണം, എന്താണ് മാറ്റം വരുന്നത് എന്നുള്ളത്. അടുത്തത് എന്താണ്? ഞാനും എൻ്റെ ചെടിയും. നിങ്ങളുടെ പരിസരത്ത് ഒരു വിത്ത് മുളപ്പിച്ച് വളർത്തി നോക്കുക. എവിടെയാണ് വിത്ത് നടേണ്ടത്? വെളിച്ചമുള്ളിടത്ത് വേണം വിത്ത് നടാൻ വേണ്ടിയിട്ട്. വിത്ത് മുളച്ച് ചെടി വളരുമ്പോൾ ആവശ്യത്തിന് വളവും നൽകണം. സസ്യത്തിൽ കൂടുതൽ ഇലകൾ വരുന്നതും തണ്ട് വളരുന്നതും പൂക്കൾ വിരിയുന്നതും കായ്കൾ ഉണ്ടാകുന്നതും ഒക്കെ നിരീക്ഷിക്കണേ. നൽകിയിരിക്കുന്ന മാതൃകയിൽ ഒരു പ്രവർത്തന റിപ്പോർട്ട് ചിത്രസഹിതം തയ്യാറാക്കാനാണ്. അപ്പം നിങ്ങൾ ഏത് വിത്താണോ നടുന്നത് ആ വിത്തിൻ്റെ പേര് എഴുതണം, വിത്ത് നട്ട തീയതി എഴുതണം, പിന്നെ അതിന് മുള വന്ന ദിവസം എഴുതണം, ആദ്യം ഇല വിരിഞ്ഞ തീയതി, 2 ഇലകൾ വന്ന തീയതി, അതുപോലെ 7 ദിവസം കഴിഞ്ഞപ്പോൾ ചെടിക്കുണ്ടായ വ്യത്യാസങ്ങൾ, പിന്നെ ആ വ്യത്യാസങ്ങൾ എന്തിലൊക്കെ എഴുതണം? ഉയരത്തിൽ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്, വണ്ണത്തിൽ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളത്, ഇലകളുടെ എണ്ണത്തിൽ വന്ന വ്യത്യാസം എഴുതണം, പൂവ് വന്ന തീയതി, പിന്നെ കായ് വന്ന തീയതി. ഇങ്ങനെ നിങ്ങൾ ഒരു ചെടി നിരീക്ഷിച്ച് ചെടിയുടെ വളർച്ച നിരീക്ഷിച്ചിട്ട് പ്രവർത്തന റിപ്പോർട്ട് ഫുള്ളാക്കണം കേട്ടോ. ഇനി വിത്തിൽ നിന്നല്ലാതെയും ചെടികളുണ്ട് അല്ലേ? ഈ കറിവേപ്പിൻ്റെ വേരിൽ നിന്നുണ്ടായ തൈകളാണ് ഇതെല്ലാം. ഇലമുളച്ചിയുടെ തൈകൾ ഇലയിൽ നിന്നാണല്ലോ ഉണ്ടാകുന്നത്. അപ്പോൾ വിത്തിൽ നിന്നല്ലാതെ വേരിൽ നിന്നും അതുപോലെ തന്നെ ഇലയിൽ നിന്നും അല്ലേ ഒക്കെ ചെടികൾ ഉണ്ടാവുന്നുണ്ട്. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനം വിപുലീകരിക്കുന്നതിനായി സൈറയും കൂട്ടരും ചെത്തി, ചെമ്പരത്തി, നിശാഗന്ധി, റോസ്, മത്തൻ, മാവ്, മുല്ല, കടപ്ലാവ് തുടങ്ങിയവ നടാൻ തീരുമാനിച്ചു. നടുന്ന ഭാഗം അനുസരിച്ച് ഇവയെ തരംതിരിച്ച് എഴുതുക. ഓരോ ഇനത്തിലും പെട്ട കൂടുതൽ ചെടികൾ കണ്ടെത്തി എഴുതൂ. അപ്പം നിങ്ങൾ വിത്ത് മുളച്ചുണ്ടാവുന്ന ചെടികൾ എഴുതണം, വേര് മുളച്ചുണ്ടാവുന്നത്, അതുപോലെ കാണ്ഡം മുളച്ചുണ്ടാവുന്നത്, ഇല മുളച്ചുണ്ടാവുന്ന ചെടികൾ, അങ്ങനെ 4 തരത്തിലുള്ള ചെടികളുണ്ട്. ഇവയിൽ വിത്ത് മുളച്ചുണ്ടാവുന്നവയാണ് മാവ്, കടപ്ലാവ്, മത്തൻ തുടങ്ങിയവ. വേര് മുളച്ചിട്ടുണ്ടാവുന്നതാണ് മുല്ല. കാണ്ഡം അഥവാ തണ്ടിലൂടെ ഉണ്ടാവുന്നതാണ് ചെത്തി, ചെമ്പരത്തി, റോസ് തുടങ്ങിയവ. അതുപോലെ ഇതിൽ ഇലയിൽ നിന്നുണ്ടാവുന്നതാണ് നിശാഗന്ധി. ഇനി നമുക്ക് പഠിക്കാനുള്ളത് സസ്യഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളുമാണ്. സസ്യത്തിന് എന്തിനാണ് വിവിധ ഭാഗങ്ങൾ? എല്ലാ ഭാഗങ്ങൾക്കും പ്രാധാന്യമില്ലേ? ഉണ്ട് അല്ലേ? 3 ടെസ്റ്റ് ട്യൂബുകൾ എടുത്ത് സ്റ്റാൻഡിൽ വെക്കുക. ഒന്നാമത്തെ ടെസ്റ്റ് ട്യൂബിൽ വെള്ളം നിറയ്ക്കുക. രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിൽ ചുവന്ന മഷി ചേർത്ത വെള്ളം അതേ അളവിൽ തന്നെ നിറയ്ക്കുക. പിന്നെ വെള്ളത്തിൻ്റെ അളവ് രേഖപ്പെടുത്തണം. മൂന്നാമത്തെ ടെസ്റ്റ് ട്യൂബ് ജലമില്ലാതെ വെക്കുക.
വേര് പൊട്ടിപ്പോകാത്തതും ഒരേ വലിപ്പത്തിലുള്ളതുമായ 3 മഷിത്തണ്ട് ചെടികളെടുത്ത് 10 മിനിറ്റ് വെയിലത്ത് വെച്ചതിന് ശേഷം ഈ ടെസ്റ്റ് ട്യൂബുകളിലേക്ക് ഇറക്കി വയ്ക്കുക. ടെസ്റ്റ് ട്യൂബുകൾ സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വയ്ക്കുക. ചെടികൾക്കും ടെസ്റ്റ് ട്യൂബിലെ വെള്ളത്തിനുമുണ്ടാകുന്ന മാറ്റങ്ങളാണ് നിരീക്ഷിക്കേണ്ടത്. എന്ത് മാറ്റമാണ് കാണാൻ കഴിഞ്ഞത്? ഒന്നിൽ വെള്ളമില്ലാതെ, ഒന്നിൽ ചുവന്ന നിറമുള്ള വെള്ളം, ഒന്നിൽ സാധാരണ വെള്ളം. എന്നിട്ട് 3ലും മഷിത്തണ്ട് ചെടികൾ ഒരേ വലിപ്പത്തിലുള്ളത്, വേരൊന്നും പൊട്ടിപ്പോകാത്തത് വെക്കുക. എന്നിട്ട് വെയിലത്ത് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് വെക്കുക. എന്നിട്ട് വെള്ളത്തിനും ചെടികൾക്കും ഉണ്ടാകുന്ന മാറ്റം എന്താണെന്ന് നോക്കാം. എന്താണ്? വെള്ളമുള്ള ടെസ്റ്റ് ട്യൂബിലെ ചെടികൾ അതുപോലെ തന്നെ നിൽക്കുകയും വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടി നശിച്ചു പോകുന്നതായിട്ടും കാണാം. ഇനി വെള്ളമില്ലാത്ത ടെസ്റ്റ് ട്യൂബിലെ ചെടിക്ക് എന്ത് സംഭവിച്ചു? കാരണം എന്തായിരിക്കും? അത് ഉണങ്ങിപ്പോയിട്ടുണ്ട് അല്ലേ? കാരണം എന്താണ്? ചെടികൾക്ക് വളരാൻ വെള്ളം അത്യാവശ്യമാണ് അല്ലേ? ഇനി രണ്ടാമത്തെ ടെസ്റ്റ് ട്യൂബിലെ ചെടിയുടെ തണ്ടിൻ്റെ നിറം മാറിയതെങ്ങനെ? രണ്ടാമത്തെ ചെടിയിൽ എന്താണ്? തണ്ടിന് ചുവപ്പ് നിറമാകും. അതെന്താണ്? എന്തുകൊണ്ടാണ് മാറിയത്? ഇതിൽ വേരിൻ്റെ പങ്ക് എന്താണ്? വേര് ആ വെള്ളത്തെ വലിച്ചെടുക്കുകയാണ് അല്ലേ? വേര് ജലത്തെ വലിച്ചെടുത്ത് തണ്ടുകളിലേക്ക് എത്തിക്കുന്നു. അതുകൊണ്ടാണ് തണ്ടിന് ചുവപ്പ് നിറമായത്. അപ്പം നിങ്ങൾ ചിത്രത്തോടൊപ്പം ഇതൊക്കെ പരിസര പഠന പുസ്തകത്തിലേക്ക് പരീക്ഷണക്കുറിപ്പായി എഴുതണേ. ചെടികൾ അവയ്ക്ക് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിലാണ്. അപ്പം ചെടികൾ എവിടെ വെച്ചാണ് ആഹാരം പാകം ചെയ്യുന്നത്? ഇലകളിൽ വെച്ചാണ്. ഇത് അവയുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ബാക്കി വരുന്ന ആഹാരം ചെടി അതിൻ്റെ വിവിധ ഭാഗങ്ങളിലായി കരുതി വയ്ക്കുന്നു. അത് മറ്റു ജീവജാലങ്ങൾ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അതാണ് പഴങ്ങളും കിഴങ്ങുകളും ഒക്കെ. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതൊന്ന് നോക്കാം. ചെടികളുടെ നിലനിൽപ്പിന് ജലം അത്യാവശ്യമാണ്. മണ്ണിൽ നിന്നും ജലം വലിച്ചെടുക്കുന്നത് വേരിൻ്റെ സഹായത്തോടെയാണ്. വേര് വെള്ളം വലിച്ചെടുത്ത് തണ്ടുകളിലേക്കും തണ്ട് മറ്റ് ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നു. ചെടികൾ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ചാണ്. ആഹാരം സസ്യങ്ങളുടെ വളർച്ചയ്ക്കായി ഉപയോഗിക്കുന്നു. ബാക്കി ആഹാരം അവ കരുതി വയ്ക്കുന്നു. അതാണ് എന്ത്? പഴങ്ങളും കിഴങ്ങുകളും. അടുത്തത് വരച്ച് യോജിപ്പിക്കാനാണ്. ഇവിടെ തണ്ട്, ഇല, വേര് എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ ധർമ്മങ്ങൾ അപ്പുറം തന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഏതാണോ യോജിച്ചത് അത് നോക്കി എഴുതാൻ യോജിപ്പിക്കാനാണ് കേട്ടോ. അപ്പോൾ ഒന്നാമത്തേത് ഏതാണ്? സസ്യത്തെ മണ്ണിൽ ഉറപ്പിച്ചു നിർത്തുന്നു. ആരാണ് ഉറപ്പിച്ചു നിർത്തുന്നത്? വേരാണ് അല്ലേ? പിന്നെ മണ്ണിൽ നിന്ന് സസ്യത്തിന് ആവശ്യമായ ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നു. അത് വേര് തന്നെയാണ് മണ്ണിൽ നിന്ന് ജലവും പോഷകങ്ങളും വലിച്ചെടുക്കുന്നത്. വേര് വലിച്ചെടുക്കുന്ന ജലവും പോഷകങ്ങളും ഇലകളിലെത്തിക്കുന്നു. തണ്ടാണ് ഇലകളിലെത്തിക്കുന്നത്. സസ്യത്തിന് ആവശ്യമായ ആഹാരം നിർമ്മിക്കുന്നത് ഇലകളിൽ വെച്ചാണ്. ഇനി ഇലകളുടെ വൈവിധ്യം. സ്കൂൾ ജൈവ വൈവിധ്യ ഉദ്യാനത്തിലെ സസ്യങ്ങൾ നിരീക്ഷിച്ച് അവയുടെ ഇലകളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി പട്ടിക പൂർത്തിയാക്കൂ. പലതരത്തിലുള്ള ഇലകൾ നമുക്ക് ചുറ്റും കാണാം അല്ലേ? ഓരോ ചെടിയുടേതും ഒന്നെങ്കിൽ നീണ്ടതാണെങ്കിൽ ഒന്നെങ്കിൽ വട്ടത്തിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ആകൃതിയിലുള്ള പല ഇലകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇലകളുടെ വൈവിധ്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. അതായത് അതിൻ്റെ ആകൃതി, നിറം, മണം എന്നിവയാണ് നമ്മളിവിടെ എഴുതുന്നത്. അപ്പോൾ ഒന്നാമത്തേത് തുമ്പയുടേത് ഇവിടെ തന്നിട്ടുണ്ട്. തുമ്പയുടെ ഇല എങ്ങനെയാണ്? നീണ്ടു കൂർത്തതാണ്. മണമോ? മണം ഉണ്ട് അല്ലേ? അതിൻ്റെ നിറം പച്ചയാണ്. പിന്നെ ഏതെഴുതാം? മാവ് നീണ്ടു കൂർത്ത ആകൃതിയാണ്. മാവിൻ്റെ ഇലക്കിട്ടോ മണമുണ്ട്, പച്ച നിറമാണ്. മണിപ്ലാന്റ് വട്ടത്തിൽ പരന്നതാണ്, അതിന് മണമില്ല, മഞ്ഞ നിറമാണ്. റോസ് പരന്നതാണ്, മണമില്ല, പച്ച നിറമാണ്. ഇനി ചീരയാണെങ്കിലോ നീളത്തിലാണ് ഇല, പിന്നെ മണമില്ല, വയലറ്റ് നിറമാണ്. കുറുന്തോട്ടി വട്ടത്തിലാണ് ആകൃതി, മണമുണ്ട്, പച്ച നിറമാണ്. എന്തെല്ലാം വ്യത്യാസങ്ങളാണ് കണ്ടെത്തിയത്? എഴുതി നോക്കൂ. നിറത്തിൽ വൈവിധ്യമുണ്ട്, ആകൃതിയിൽ വൈവിധ്യമുണ്ട്, മണത്തിൽ വൈവിധ്യമുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇലകൾ പേപ്പറിനടിയിൽ വെച്ചിട്ട് ക്രയോൺ ഉപയോഗിച്ച് പകർത്തി ഇലയുടെ രേഖാചിത്രങ്ങൾ വരയ്ക്കണം. എന്നിട്ട് അവയുടെ പാറ്റേണുകൾ നിരീക്ഷിക്കാനാണ്. അടുത്തത് എന്താണ്? ഇല രൂപങ്ങൾ. വിവിധ തരം ഇലകൾ കൊണ്ടുണ്ടാക്കിയ ജീവികളുടെ രൂപങ്ങൾ നോക്കൂ. ഇതുപോലെ നമുക്കും നിർമ്മിക്കാം. ഇവിടെ കണ്ടോ, ഒരുപാട് ചിത്രങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, ജീവികളുടെ ചിത്രങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ മക്കളും ഇല കൊണ്ട് ഏതെങ്കിലും രൂപങ്ങളൊക്കെ ഉണ്ടാക്കാം.
അടുത്തത് പൂക്കളിലെ വൈവിധ്യം. എൻ്റെ പൂക്കൾ പറിക്കരുതേ. ആരാണ്? തുമ്പച്ചെടിയാണ് അല്ലേ. പൂ പറിക്കരുത് എന്ന് ചെടി പറയുന്നത് എന്തുകൊണ്ടാവാം? എന്തുകൊണ്ടാണ്? പിന്നെ ചെറിയ ചെറിയ ജീവികൾക്കൊക്കെ എന്താണ്? പൂവിൽ നിന്ന് തേൻ കുടിക്കാനുള്ളതാണ് അല്ലേ. പൂക്കൾ കൊണ്ട് ആർക്കെല്ലാം എന്തെല്ലാം പ്രയോജനങ്ങളുണ്ട്? എഴുതൂ. തേനീച്ചയ്ക്ക് തേൻ ലഭിക്കുന്നു, അതുപോലെ പൂമ്പാറ്റകൾക്ക് തേൻ ലഭിക്കുന്നു, മറ്റുള്ള പ്രാണികൾക്കെല്ലാം ആഹാരം ലഭിക്കുന്നു. ചില പൂക്കൾ ഔഷധങ്ങളാണ്. ഇനി പൂക്കൾ പലവിധം. ഇവിടെ ഒരുപാട് പൂക്കളുടെ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒന്നാമത്തേത് റോസ്, രണ്ടാമത്തേത് കണിക്കൊന്ന, മൂന്നാമത്തേതോ മുല്ലപ്പൂവ്, നാലാമത്തേത് 10 മണിപ്പൂവ്, പിന്നെ ഡെയ്സിപ്പൂവ്, പിന്നെ ജമന്തി അല്ലേ. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന പൂക്കളുടെ പേരുകൾ കണ്ടെത്തി എഴുതൂ. അപ്പോൾ എഴുതി. മണത്തിലും നിറത്തിലും ആകൃതിയിലുമല്ലാതെ മറ്റേതെല്ലാം തരത്തിൽ ഇവ വ്യത്യാസപ്പെട്ടിരിക്കുന്നു? കൂടുതൽ പൂക്കളെ നിരീക്ഷിച്ച് എൻ്റെ പരിസര പഠന പുസ്തകത്തിൽ എഴുതൂ. എന്തൊക്കെ വ്യത്യാസങ്ങളാണ്? പൂക്കളുടെ ഇതളുകളുടെ എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. അതുപോലെ തന്നെ ചില പൂക്കൾ കുലകുത്തി പൂക്കുന്നവയാണ്, ചിലതാണെങ്കിൽ ഒറ്റയായി പൂക്കുന്നവയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് പൂക്കാത്ത സസ്യങ്ങളാണ്. ചിത്രത്തിലുള്ള സസ്യങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ചിലരൊക്കെ കണ്ടിട്ടുണ്ടാവൂലേ. ഇവ പൂക്കുന്നവയാണോ? അല്ല അല്ലേ. എല്ലാ ചെടികളും പൂക്കുന്നുണ്ടോ? ഇല്ല. സസ്യത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ വേര്, തണ്ട്, ഇല എന്നിവയാണ്. സസ്യത്തിൻ്റെ വളർച്ചയുടെ ഒരു ഘട്ടത്തിൽ പൂവുണ്ടാകുന്നു. പൂവ് പിന്നീട് കായായി മാറുന്നു. എല്ലാ ചെടികളും പൂക്കുന്നില്ല, അതുകൊണ്ട് തന്നെ എല്ലാ പൂക്കളും കായായി മാറുന്നുമില്ല. പൂക്കളുണ്ടായാലും എല്ലാ പൂക്കളും കായായി മാറുന്നൊന്നുമില്ല. ചില ചെടികളിൽ പൂക്കളുണ്ടാവുന്നു, ചില ചെടികളിൽ ആ പൂക്കൾ കായായിട്ട് മാറുന്നു. ഇനി ജലം കുറവുള്ള സ്ഥലങ്ങളിൽ വളരുന്ന ഇത്തരം സസ്യങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്താണ് ഇവയുടെ പ്രത്യേകതകൾ? ഇതെന്ത് ചെടിയാണ്? ഇതൊരു കള്ളിമുൾ ചെടിയാണ് കേട്ടോ. ഇത് പ്രധാനമായിട്ടും കണ്ടുവരുന്നത് മരുഭൂമിയിലാണ്. പിന്നെയോ വളരെ ഉയരത്തിൽ ശാഖോപശാഖകളായി വളരുന്നു. ലഭ്യമാകുന്ന ജലം കാണ്ഡത്തിൽ ശേഖരിച്ച് ഏറെക്കാലം ജലമില്ലാതെ ജീവിക്കാൻ കഴിയുന്നുണ്ട്. ജലനഷ്ടം പരമാവധി ഒഴിവാക്കുന്ന വിധം ഇലകളില്ലാത്ത രൂപഘടനയാണുള്ളത്. നിറയെ മുള്ളുകളുണ്ടാകും. അതുപോലെ തന്നെ പൂക്കളില്ലാത്ത കൂട്ടത്തിലാണ് ഇവ ഉൾപ്പെടുന്നതെങ്കിലും ഇതുപോലുള്ള ചില സസ്യങ്ങളിൽ പൂക്കൾ ഉണ്ടാവാറുണ്ട് കേട്ടോ. ഇനി എന്താണ് നീലക്കുറിഞ്ഞി? 12 വർഷത്തിലൊരിക്കൽ മാത്രം പുഷ്പിക്കുന്ന അപൂർവ ഇനം സസ്യം. പൂവ് വിരിഞ്ഞ് കഴിഞ്ഞാൽ 3 മാസം വരെ അത് വാടാതെ നിൽക്കും. നീലഗിരി കുന്നുകൾക്ക് ആ പേര് വരാൻ കാരണം നീലക്കുറിഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ 12 വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ നീലക്കുറിഞ്ഞി എന്ന് മക്കൾക്ക് ആൻസർ എഴുതാം. ഇനി ഈ സസ്യങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാമാണ്? നമുക്ക് തണൽ നൽകുന്നു, അതുപോലെ തന്നെ ഭക്ഷണം നൽകുന്നു, പിന്നെ മണ്ണൊലിപ്പ് തടയുന്നു, ശ്വസിക്കാൻ ആവശ്യമായ വായു നൽകുന്നു, പിന്നെ വാസസ്ഥലമാണ് അല്ലേ. ചില ജീവികൾക്ക് വാസസ്ഥലമാണ്. അപ്പം അത്രയൊക്കെ നമുക്ക് എഴുതാം. സസ്യങ്ങൾ വച്ചുപിടിപ്പിച്ചും സംരക്ഷിച്ചും ഭൂമിയെ ഹരിതഭൂമിയായി നിലനിർത്തേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയല്ലേ? ആണല്ലേ. അപ്പോൾ ഇത്രയാണ് പാഠഭാഗമുള്ളത്. ഇനി വിലയിരുത്താൻ പ്രവർത്തനങ്ങൾ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്ന സസ്യങ്ങളുടെ പേരുകൾ കണ്ടെത്തി അവ ഏത് വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണെന്ന് എഴുതുക. കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്തി അവ ഉൾപ്പെടുന്ന വിഭാഗത്തിൻ്റെ പ്രത്യേകതകളും എഴുതണം. അപ്പോൾ ഒന്നാമത്തേത് തുമ്പയാണ്. അതൊരു ഔഷധിയാണ്. അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? തണ്ട് മൃദുവാണ്, വലിപ്പത്തിൽ ചെറുതാണ്, മാസങ്ങൾ മാത്രം നിലനിൽക്കുന്നു, ആഴത്തിൽ വേരോട്ടമില്ല. ഇനി രണ്ടാമത്തേത് റോസാണ്. റോസ് എന്താണ്? ഒരു കുറ്റിച്ചെടിയാണ് അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ഒരു ബോക്സിലേക്ക് ആക്കിയിട്ട് എഴുതുക കേട്ടോ. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ: കാഠിന്യമുള്ള തണ്ടാണ്, ഇടത്തരം വലുപ്പമാണ്, വർഷങ്ങൾ നിലനിൽക്കുന്നു. ഇനി അടുത്തത് ഏതാണ്? തെങ്ങാണ് അല്ലേ. തെങ്ങ് എന്താണ്? ഒരു മരമാണ്, വളരെ കാഠിന്യമുള്ള തണ്ടാണ്, അതുപോലെ തന്നെ വളരെ വലുതാണ്, വളരെയധികം വർഷങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇനി പൂക്കൾക്ക് ഉചിതമായ നിറം നൽകുക. അപ്പോൾ ചെമ്പരത്തിക്കും താമരയ്ക്കും മുല്ലയ്ക്കും ഒക്കെ നിങ്ങൾ അതിൻ്റേതായിട്ടുള്ള നിറങ്ങൾ കൊടുക്കണേ. നിങ്ങൾ ഈ നിറം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്കറിയാവുന്ന പൂച്ചെടികളെ തരംതിരിച്ച് പട്ടിക പൂർത്തിയാക്കൂ. ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികളുണ്ട്, അതുപോലെ തന്നെ പല നിറങ്ങളിൽ പൂക്കളുള്ള ചെടികളും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇതുപോലുള്ള ചെടികൾ നോക്കാം.
ഒരു നിറത്തിൽ മാത്രം പൂക്കളുള്ള ചെടികളാണ് മുക്കുറ്റി, മുല്ല, തുമ്പ, കണിക്കൊന്ന, അരളി, നിശാഗന്ധി, നീലക്കുറിഞ്ഞി തുടങ്ങിയവ. പല നിറങ്ങളിൽ പൂക്കളുള്ള ചെടികളോ ജമന്തി, ചെമ്പരത്തി, റോസ്, മല്ലിക, അതുപോലെ കടലാസ് പൂവ് എന്ന് പറയുന്ന പൂവില്ലേ, ബോഗൺവില്ല, അതൊക്കെ പല നിറങ്ങളിലുള്ള ചെടികളാണ് കേട്ടോ. അടുത്ത ചോദ്യം, നിങ്ങൾ നട്ടു വളർത്തിയ ചെടി ഇപ്പോൾ എത്ര വലുതായി? ചിത്രം വരച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക. ഈ ചെടി നമുക്കും മറ്റു ജീവജാലങ്ങൾക്കും എപ്രകാരം പ്രയോജനപ്പെടുന്നുവെന്ന് എഴുതുക. ആദ്യം നിങ്ങൾ നട്ട ചെടി വരച്ച് അതിൻ്റെ ഭാഗങ്ങൾ, ഇല, പൂവ്, തണ്ട്, വേര്, കായ, അങ്ങനെ അതിൻ്റെ ഭാഗങ്ങളൊക്കെ നിങ്ങൾ അടയാളപ്പെടുത്തുക. എന്നിട്ട് നമുക്ക് അതിൻ്റെ പ്രയോജനങ്ങൾ എന്തൊക്കെയാണെന്ന് എഴുതാം. തണൽ നൽകുന്നു, ഭക്ഷണം നൽകുന്നു, ശ്വസിക്കാനുള്ള വായു നൽകുന്നു, മണ്ണൊലിപ്പ് തടയുന്നു. ഇനി ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ള പ്രവർത്തനങ്ങൾ. ഇനി തുടർ പ്രവർത്തനങ്ങളുണ്ട്. പരിസരത്തുള്ള ഏതെങ്കിലും 5 സസ്യങ്ങൾ കണ്ടെത്തി താഴെ പറയുന്ന വിവരങ്ങൾ ചേർത്ത് ഹരിത കാർഡ് നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിൽ നിങ്ങൾ സസ്യത്തിൻ്റെ പേരെഴുതണം. അത് ഏത് വിഭാഗത്തിൽ പെടുന്നവയാണ്, അതായത് കുറ്റിച്ചെടിയാണോ അല്ലെങ്കിൽ ഔഷധിയാണോ മരമാണോ അതെഴുതണം. പിന്നെ നടാൻ ഉപയോഗിക്കുന്ന ഭാഗം തണ്ടാണോ വേരാണോ കായയാണോ അതെഴുതണം. ഇലയുടെ പ്രത്യേകതകൾ എഴുതണം. ഇല എങ്ങനെയാണ് അല്ലേ, നീണ്ട കൂർത്ത ഇലയാണോ വട്ടത്തിലുള്ള ഇലയാണോ ഏത് രീതിയിലുള്ള ഇലയാണെന്ന് എഴുതണം. പൂവിൻ്റെ പ്രത്യേകതകൾ കൂട്ടമായിട്ടുണ്ടാകുന്നതാണോ ഒറ്റയ്ക്കായിട്ടുണ്ടാകുന്നതാണോ കുറഞ്ഞ ഇതളുള്ളതാണോ ഏത് നിറമാണ് അങ്ങനെയൊക്കെ ഉള്ളത് എഴുതുക. പിന്നെ കാണ്ഡത്തിൻ്റെ പ്രത്യേകതകൾ മൃദുവാണോ അല്ലെങ്കിൽ കാഠിന്യം കൂടിയതാണോ അല്ലെങ്കിൽ കാഠിന്യമുള്ളതാണോ അങ്ങനെ നിങ്ങൾ അത്രയും പ്രത്യേകതകളൊക്കെ എഴുതിയിട്ട് ഹരിത കാർഡ് നിർമ്മിക്കണം. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രവർത്തനമാണ് പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെമ്പരത്തി, റോസ് തുടങ്ങിയ ചെടികൾ കണ്ടിട്ടില്ലേ, അതിന് പല നിറത്തിലാണല്ലേ പൂക്കൾ ഉണ്ടാവുക. പക്ഷേ അതെന്താണ്, ഒരേ ചെടിയുടെ വ്യത്യസ്ത ഇനങ്ങളാണ്. ഇത്തരത്തിലുള്ള വ്യത്യസ്ത ഇനം ചെടികൾ നിങ്ങൾ കണ്ടെത്തിയിട്ട് നിങ്ങളുടെ ഉദ്യാനത്തിൽ വെച്ച് പിടിപ്പിക്കാനാണ്. നിങ്ങൾ ഒരേ ചെടി തന്നെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാകുന്ന ചെടികൾ, അതായത് റോസിൻ്റെ തന്നെ പല വെറൈറ്റീസ് നമ്മുടെ വീട്ടിൽ തന്നെ ചിലപ്പോൾ ഉണ്ടാവില്ലേ റോസ് പല നിറത്തിലുള്ളത്, അതുപോലെ ചെമ്പരത്തിയുടെ പല വെറൈറ്റീസ് അങ്ങനെ നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് നിങ്ങളുടെ ഉദ്യാനത്തിൽ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ നിങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ കടലാസ് പൂവ് എന്ന് പറയുന്നത് ചെടീൻ്റെത് പല നിറത്തിലുള്ള പൂക്കളാണല്ലേ, വെള്ളമുണ്ട്, അതുപോലെ റോസ്, പിങ്ക്, മഞ്ഞ, അങ്ങനെ പല പല നിറത്തിലല്ലേ പല ഷെയ്ഡിൽ മാറ്റുള്ള ഓറഞ്ച് കളറിൽ വരെ ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തതൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ളത് നിങ്ങൾ വെച്ച് പിടിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്തുള്ളത്. സസ്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പാഠമായിരുന്നു അല്ലേ. അപ്പോൾ മക്കൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.